പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രങ്ങൾ ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. TRF എന്ന സംഘടനയാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. അവർ വിചിത്രമായ ഒരു വാർത്താക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ സൈനിക ഉദ്യോഗസ്ഥരെയും IB ഉദ്യോഗസ്ഥരെയുമാണ് ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ് അവരുടെ വിചിത്രമായ അവകാശവാദവും. എന്തായാലും ഇപ്പോൾ സൈന്യം ഈ ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ബസന്ത്, ഈ ഭീകരരുടെ ഈ കുറ്റകൃത്യം നടത്തിയ TRF ഭീകരരുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 6 ഭീകരർ ആകെ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. അതിൽ പാകിസ്ഥാൻ നാഷണലുകളും ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ പൂർണ്ണമായും കുറ്റകൃത്യം നടത്തിയ ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങൾ? അഭിലാഷ, ഇപ്പോൾ 3 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. രേഖാചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭീകരൻ്റെ പിറകിൽ നിന്നുള്ള ഒരു ദൃശ്യവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് മിലിറ്ററി ഫെറ്റിക്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഭീകരൻ്റെ തോക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഭീകരൻ്റെ ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഏതായാലും സർക്കാർ ഇപ്പോൾ ഇവർ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ TRFിൻ്റെ ഭീകരരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ കാശ്മീർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇതിന് പിറകിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. കാരണം ഇന്നലെ ഹൈദരാബാദിൽ നിന്നുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജൻ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ചർച്ച നടന്നിരുന്നു. അതായത് IB ഓഫീസർമാരുടെ ഒരു കുടുംബ സംഘം, അല്ലെങ്കിൽ കുടുംബം, IB ഓഫീസർ 8-10 പേരടങ്ങുന്ന ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു. അതായത് കുടുംബത്തോടൊപ്പം LTCയുമായി വന്നതാണ്. അപ്പോൾ ഇവരുടെ ട്രാവൽ പ്ലാനുകൾ, ഹോളിഡേ വിവരം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവധി യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് അടക്കമുള്ളവ ചോർന്നിരുന്നു എന്നുള്ള തരത്തിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ചർച്ചകൾ നടന്നിരുന്നു ഇന്നലെ. ഇപ്പോൾ അത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അത്തരത്തിൽ IB ഉദ്യോഗസ്ഥരാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആകെ ഉണ്ടായിരുന്നത് ഈ മനീഷ് രഞ്ജൻ മാത്രമാണ്. കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ IB ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘം കുടുംബമായി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സർക്കാർ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കാശ്മീർ റെസിസ്റ്റൻസിൻ്റെ ഈ വിഷയങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കാശ്മീർ റെസിസ്റ്റൻസ് പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ പറയുന്ന IB ഉദ്യോഗസ്ഥർ, ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ തൽസ്ഥിതി, ഗ്രൗണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുള്ളവരാണ് എന്നാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല, ഇവർ അവിടെ തദ്ദേശീയരെ അവിടെ നിന്ന് പറഞ്ഞയച്ച് പുറത്തു നിന്നുള്ളവരെ അവിടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവയെല്ലാം നടക്കുന്നത്. തീർച്ചയായിട്ടും അവരത് പറയുന്നുണ്ട്. കാരണം തദ്ദേശീയരെ നീക്കം ചെയ്തുകൊണ്ട് മറ്റുള്ളവർ എത്തുന്നു എന്നുള്ളതായിരുന്നു അവരുടെ വാദം. 3 ഭീകരരുടെ രേഖാചിത്രം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുലൈമാൻ ഷാ, ആസിഫ് ഹൗജി, അതോടൊപ്പം തന്നെ അബു തൽഹ